ഞാൻ ഇവനെ പൊക്കിയെടുത്തുകൊണ്ട് ഈ പോണതേ വേറൊന്നിനും വേണ്ടിയല്ല, ഇവൻ്റെ മുടിയൊന്ന് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് കാലമായിട്ട് ആഗ്രഹിക്കുക. ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ കളകളം ഒഴുകുന്ന നദി. കേട്ടോ നിങ്ങൾ ആ നദിയുടെ കളകളാരോ? കണ്ണുനീർത്തുള്ളി പോലത്തെ നദിയൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം നല്ല മാലിന്യങ്ങളുണ്ട്. വേനലൊക്കെ ആയതുകൊണ്ട് വറ്റി വരണ്ട് കിടക്കുവാണ്. അവിടെ സ്കൂളിലും കോളേജിലും പോകുമ്പോൾ ഈ നാട്ടുമാവിന് ഇഷ്ടം പോലെ നാടൻ മാമ്പഴം പെറുക്കിയിട്ടുണ്ടേ. അങ്ങനെ താ ഞങ്ങൾക്ക് പോകാനുള്ള ഓട്ടോറിക്ഷ വന്നു. ഞങ്ങളതിൽ കയറി ഇങ്ങനെ പോവുകയാണ് സാഹസികമായിട്ട്. ശരിക്കും ഒരു അഡ്വഞ്ചർ ജേണി ആയിരുന്നു കേട്ടോ. റോഡിൻ്റെ അവസ്ഥ അതുപോലെ പലവട്ടം ശരിയാക്കിയിട്ടുള്ളതാണേ, പക്ഷേ വീണ്ടും ഈ കോലത്തിലേക്ക് തന്നെ വരും. അവിടെ ഇവിടെയൊക്കെ കുളത്തിൽ പിടിക്കുന്ന പോലെയൊക്കെ ഒന്ന് തോന്നി. അങ്ങനെ നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നതുകൊണ്ട് ഒരു ചേച്ചി സീറ്റ് തന്നെ. ആദ്യം തന്നെ കുട്ടിക്ക് ഒരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയാണ് കേട്ടോ പോയത്, വീട്ടിലിടാൻ വേണ്ടിയിട്ട്. കുറേ ചെരുപ്പുകൾ നോക്കി, ഒന്നും അളവിന് മാച്ചായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. അവസാനം ഈ ഒരു ചെരുപ്പിൽ ഒതുങ്ങിയേ. ഈ ഒരു ടൈപ്പ് ചെരുപ്പ് ഇതുവരെ അവൻ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് എന്താവും അറിയില്ല. എന്തായാലും നമ്മളത് വാങ്ങിയിട്ടുണ്ടേ. അവൻ എന്തായാലും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് വാങ്ങിയത്. കുട്ടി അത് കവറിലിടാൻ കൂട്ടാക്കിയതേ ഇല്ല. ടൗൺ മുഴുവൻ അത് കൈ പിടിച്ചുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് പച്ചക്കറി കിട്ടുന്ന പച്ചക്കറി കടയിലേക്ക് പോയി. മുരിങ്ങയിലേക്ക് വാടി തളർന്നിരിപ്പുണ്ട്. ചേമ്പും വിത്തുകൾ അടുക്കി വെച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. നമ്മളൊരു അവിയൽ കിറ്റ് വാങ്ങിയിട്ടു അവിടുന്ന്. പിന്നെ നേരെ മുടി വെട്ടുന്നിടത്ത് സംഘർഷഭരിതമായിരുന്ന നിമിഷമായിരുന്നു കേട്ടോ അത്. കരച്ചിലും ബഹളമായിട്ട് അതങ്ങനെ കഴിഞ്ഞു കിട്ടി.